വാക്യം പറച്ചിലുമൊക്കെ വളരെ എനിക്ക് ഇഷ്ടമായി തോന്നി. The sentences, the words told by the kids over here, I liked very much. അത് മാത്രമല്ല, ഇവിടെ പാട്ട് പാടുന്ന നമ്മുടെ സഹോദരൻ ബൈജു വളരെ സന്തോഷമായി ആ ശുശ്രൂഷ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സഹോദരന്മാർ നമ്മുടെ സഭയിലുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. Also, when I saw our worship leader Baiju brother was here singing the songs and worshiping, I liked it very much. പാസ്റ്റർ ജോസഫിനെ ഇവിടെ വന്ന് പരിചയപ്പെടാൻ ദൈവം ഇടയാക്കി അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God because I met Pastor Joseph also here. Praise the Lord. നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. I thank God for the pastor and his family over here. എനിക്ക് പരിഭാഷപ്പെടുത്തുന്ന പ്രിയപ്പെട്ട സഹോദരൻ ജെയിംസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭവനത്തിൽ പോകുവാനും മാതാവിനെ കാണുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. We met in Kerala. That was a very unusual one because he came to see my mother when my mother was sick. Praise the Lord. നമുക്കൊരു വചനത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യം. ആമേൻ. ഹല്ലേലൂയ. അതിങ്ങ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. അതിങ്ങ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. The Lord is telling here in Matthew chapter 14 verse 18, bring them here to me. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് അതിന്റെ മുകളിൽ മുതൽ നമ്മൾ വായിച്ചെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാനായി സാധിക്കും. 15-ാമത്തെ വാക്യം മുതൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. If you read from verse 15, then you will understand what he is telling. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരും ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 5 അപ്പവും 2 മീനും അല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് അവർ പറഞ്ഞു. They said that they have nothing other than 5 loaves of bread and 2 fish. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന്റെ പശ്ചാത്തലം അറിയാം. വൈകുന്നേരമായപ്പോൾ ആയിരങ്ങൾ കർത്താവിനോട് കൂടെ, കർത്താവിന്റെ ശുശ്രൂഷയോട് കൂടെ ഈ മരുഭൂമിയിൽ കടന്നു വന്നതായിട്ട് നമുക്കിവിടെ വായിപ്പാൻ സാധിക്കുന്നുണ്ട്. What happened here is that there were thousands of people who were listening to his words and they are telling that you go this evening, you have to go back to home. പലതരത്തിലുള്ള ആളുകൾ, ഒരു തരത്തിലുള്ളവരല്ല. ചിലർ യേശുവിന്റെ കയ്യിൽ നിന്നുള്ള അത്ഭുതങ്ങൾ കാണാനായിട്ട് ആഗ്രഹിച്ചു വന്നവരുണ്ട്. ചിലര് ഈ അത്ഭുതം കാണിക്കുമ്പോൾ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ വല്ലതൊക്കെ ഭക്ഷിപ്പാൻ കിട്ടുമെന്ന് ആഗ്രഹിച്ചു വന്നവരുണ്ട്. ചിലർ ഈ കുറ്റം കണ്ടുപിടിക്കാൻ വന്നവരുണ്ട്. യേശുവിന്റെ ജീവിതത്തിലുള്ള കുറ്റവും കുറവും വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വന്നവരുണ്ട്. വിവിധ തരത്തിലുള്ള ആളുകൾ യേശുവിനോട് കൂടെ ആ മരുഭൂമിയിൽ അവന്റെ അടുക്കൽ വന്നു. There in this thousands of people who gathered here to listen to the Jesus, there are many types of people in that assembly. There are many people who are wanted to see the wonders and the miracles that he is doing, and some of them maybe wanted to see what he is going to do, the miracle with the 5 loaves of bread and the 2 fish. And another category, there are some people who want to criticize what he is going to say. ഇവിടെ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, സ്ഥലം മരുഭൂമിയാണ്, നേരവും വൈകി. സ്ഥലം മരുഭൂമിയാണ്, നേരവും വൈകി, അതുകൊണ്ട് ഇവർക്ക് ഭക്ഷിപ്പാൻ എന്തെങ്കിലും കൊടുക്കണം. The disciples are telling to Jesus that, oh, this is evening and it is getting late and this is a remote place, equivalent to a desert place, so let them go. Praise the Lord. ഈ വൈകിയ വേളയിലും മരുഭൂമിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God can do wonders and miracles at any place and any time. പലപ്പോഴും നമുക്ക് തോന്നും, വൈകിപ്പോയല്ലോ, ഇച്ചിരി മുമ്പായിരുന്നെങ്കിൽ, കുറച്ചു നാൾ മുമ്പായിരുന്നെങ്കിൽ, 2 വർഷം മുമ്പായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും, വൈകിപ്പോയി എന്ന്. പക്ഷേ ആ വൈകിയ വേളയിലും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ശ്രമിക്കുന്നത്. The Lord, we may think that it is getting late. When they are telling that it is getting late, nothing is going to happen, we have to send away. But we know that the Lord, even if it is getting late, he can do wonders and miracles even though it is late, or if we waiting for a time. Praise the Lord. Hallelujah. വൈകിയ വേളയിൽ മാത്രമല്ല, മരുഭൂമിയുമാണ്. 2 തടസ്സങ്ങളാണ്. ഒന്ന്, സമയം വൈകിപ്പോയി,
മറ്റൊന്ന് സ്ഥലം മരുഭൂമിയുമാണ്. ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത, ഒരത്ഭുതവും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഈ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്നോർത്ത് അവർ ഭാരപ്പെടുകയാണ്. Oh, they were very, very astonished, or they were very in a depressive mood, because there are two situations or two obstacles. One was the remote place, and one was the time. They said it is remote place, you can't get anything, and the second thing, time you are getting late, so nothing can happen in this place. So in that situation, they are in that circumstances, particular situation. Praise the Lord. ഈ സാഹചര്യം മാത്രമല്ല, കർത്താവ് ഇവരോട് പറയാണ്, ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ, praise the Lord, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. Oh, in this situation, Jesus is telling the disciples, you give something or you feed them. കർത്താവിനോടുകൂടെ നടക്കുന്ന ആളുകളെല്ലാം അവര് വലിയ അത്ഭുതകരമായ രീതിയിലാണ് അവർ നടക്കുന്നതെങ്കിലും കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. Oh, they were walking along with Jesus for such a long time, and when it is getting late, when they're asking that the people may go away, but Jesus is telling that, in other words, that you have to feed them. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഞങ്ങൾ ഈ നടപ്പൊക്കെ നടക്കുന്നതല്ല, ഞങ്ങളുടെ കയ്യിലൊക്കെ ഒരു വക സ്വന്തം, ഞങ്ങളുടെ കയ്യിലൊന്നും യാതൊരു വകയില്ല, കണ്ടാ തോന്നും എല്ലാം ഉള്ള പോലാണ് എല്ലാരും എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഞങ്ങൾ ചില ചെയ്തുകള് യേശുവിനേക്കാളും ഭയങ്കരന്മാരാണ് ഞങ്ങള്, ഈ രീതിയിലാണ് ഈ പുലികളെല്ലാം നടന്നതെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ ഇവരുടെ കയ്യിൽ ഒന്നും എന്തില്ല, ഒന്നുമില്ല, ഇവരുടെയും കയ്യിൽ ഒന്നുമില്ല. നടപ്പ് കാണുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് തോന്നും, പക്ഷേ അടുത്ത് വരുമ്പോൾ ഒന്നുമില്ലെന്ന് മനസ്സിലാവും. That situation, the disciples may be thinking in this way, that we have been walking along with Jesus for such a long time. At that time, that was the point of realization in their hearts. We have nothing in our hands to give them. Praise the Lord. അപ്പൊ ആ പാടെ എല്ലാരും തമ്മിൽ നോക്കുക. ശിഷ്യന്മാര് യോഹന്നാൻ പത്രോസിനെ നോക്കി, പത്രോസ് യാക്കോബിനെ നോക്കി, എല്ലാവരുടെയും പോക്കറ്റ് കാലിയാ, ഒരുത്തരുടെയും കയ്യിൽ ഒരു വക ഇല്ല. അപ്പൊ അതിനെ ആരോ പറഞ്ഞു, ഇവിടെ ഒരു ചെറുക്കനുണ്ട്, അതിവിടെ എഴുതിയിട്ടില്ല, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്, അവിടെ ഒരു ബാലകന്റെ കയ്യിൽ, സ്തോത്രം, അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്, 5 അപ്പവും ഉണ്ട്. അത് കുറച്ചൊക്കെ അവൻ ഈ കൂട്ടത്തില് അവന് അമ്മ കൊടുത്തു വിട്ടതാ. പോകുന്ന പോക്കില് ഇവന് ഈ പെരുന്നാളിനിടയിലൊക്കെ ഓടി വന്നതാ. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ, മരുഭൂമി വിശന്ന് വലഞ്ഞു വീഴാതെ ഇവൻ അത് പോക്കറ്റിൽ ഇട്ടോണ്ട് എന്ത് ചെയ്താ വന്നതാ. 5 എവത്തപ്പവും 2 മീനും ഇടക്കിടക്ക് എടുത്ത് ബാക്കിയുള്ളതെല്ലാം കടിച്ചു തിന്ന് കാണും. ബാക്കി 5 അപ്പവും ഉണ്ട്, 2 മീനും ഉണ്ട്. ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നവരുടെ കയ്യിൽ ചിലതുണ്ട്. സ്വന്തം എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുന്നവന്റെ പോക്കറ്റ് കാലിയാ, അവന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. Praise the Lord. Hallelujah. When the disciples were asked by Jesus to, you have to feed them, look for something for them to eat. Oh, when they were looking at each other, maybe Peter looking at John and John looking at James, and in such a way, all looking at each other, they thought that we are having everything. But when the time came, they realized that we don't have anything in our pocket is absolutely empty. Now in that situation, in that crowd, there was a small child. When you go to John chapter 6 verse 9, it says, there was a small child, and the child was having some bread and the fish, and that they brought to Jesus. Praise the Lord. ഇവിടെ ഈ ചെറിയ ബാലകനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞേച്ച് പോകാം. ഇവന് അവന്റെ കയ്യിലുള്ളത് കൊടുക്കാനായിട്ട് വളരെ മനസ്സുള്ളവനായിരുന്നു. Praise the Lord. Hallelujah. അവൻ കൊടുക്കാനായിട്ട് മനസ്സുള്ള ഒരു ബാലകൻ. Oh, this child, we know that this child was given that food or the fish and the loaves of the bread by his mother. Oh, that may be more in number, we do not know. In between, he might have eaten some fish or some bread. But there is one thing that we can say about this little boy. This little boy had a mind to give that tiffin to that Jesus. Praise the Lord. ചിലര് വിചാരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ എന്ത് ചെയ്യുന്നറിയാവോ, അത് തീർന്നു പോകുന്ന, കൊടുത്താൽ തീർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കിണറ്റിൽ 10 തൊട്ടി വെള്ളമുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കിണറ്റില് 10 തൊട്ടി കോരിയാൽ തീർന്നു പോകുമെന്ന് വിചാരിക്കുന്നവന് ഈ 10 തൊട്ടി മാത്രമേ കാണത്തുള്ളൂ. 10 തൊട്ടി കോരുമ്പോൾ 10 തൊട്ടി അവിടെ വന്ന് നിറയ്ക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. നീ കൊടുത്തു നോക്കിയേ,
Hallelujah. ദൈവത്തിന് വേണ്ടി കൊടുത്തു നോക്കിക്കേ, Amen. അവിടെ വന്ന് നിറയുന്നത് കാണാം. Praise the Lord. അതിനെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി സ്തോത്രം. Oh, this boy, we had seen that this boy was not reluctant to give that bread and the fish to Jesus. Oh, he has given. So we can see the situation, the circumstances when he was ready to give. When we give, then it will be filled. It is something like you have a well, and in that well you have only 10 buckets of water. And if we're giving the 10 buckets of water, our God can fill that again with 10 buckets of water in that well. Praise the Lord. ആ ബാലകന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ, Praise the Lord. എടാ ഇത് കൊണ്ടുപോന്ന് പറഞ്ഞോ? ഇല്ല. ഇതും കൊണ്ട് നിനക്ക് വരാൻ നാണമില്ലയോ എന്ന് ചോദിച്ചോ? ഇല്ല. ഇത്രയും വലിയ പുരുഷാരും ഏറ്റവും കുറഞ്ഞത് ഒരു 15,000 പേരെങ്കിലും അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, പുരുഷന്മാർ തന്നെ 5,000. സ്ത്രീകളുടെ കാര്യവും പറഞ്ഞിട്ടില്ല, കുട്ടികളുടെ കാര്യവും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 5,000 പുരുഷന്മാരുടെ കൂട്ടത്തിൽ 5,000 സ്ത്രീകളും കുറഞ്ഞത് കാണും. ഇത് കൂടാതെ ഓരോ പിള്ളേരെ കൂട്ടിക്ക്, സ്തോത്രം, ഹല്ലേലൂയ, ഓരോന്നിനെ കൂട്ടിക്ക്. അപ്പൊ അതുകൊണ്ട് 5,000. അപ്പൊ ഒരു 15,000 പേര് അവിടെ ഉള്ളിടത്ത് 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവിന്റെ അടുക്ക വന്നിരിക്കുക. Praise the Lord. Hallelujah. Oh, this boy was not reluctant to give. He was not reluctant. Oh, this boy didn't think that if I give this, I will be empty or my stomach will be empty. And also, in other words, Jesus also did not ask him, are you not ashamed to bring this small tiffin to such a big crowd? I am assuming in this way. Then the Bible says about 5,000 people. The 5,000 people, if they say that there are men, and at the same time there should be 5,000 women, and at the same time if we count one child for each family, we can say another 5,000 kids. So altogether 15,000 minimum, I can assume. Praise the Lord. കർത്താവ് പറയുകയാണ്, ആ 5 അപ്പവും 2 മീനുമേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുക, അതിങ്ങ് കൊണ്ടുവാ. Praise the Lord. നിന്റെ പക്കൽ എന്തുണ്ട്? നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? സ്വത്രം. നിന്റെ പക്കൽ ഉള്ളത് ചെറുതാണെങ്കിലും അല്പമേ ഉള്ളെങ്കിലും അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ ഇന്ന് പകൽക്കാലം നമ്മൾ തയ്യാറായാൽ, Praise the Lord, നിന്റെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റുവാൻ കഴിയുന്ന കർത്താവ് പറയുകയാണ്, നീ ആദിക്ക് കൊണ്ടുവാ. Praise the Lord. ഇന്ന് പകലില് അത് അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ ഒരു അത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കാം. Praise the Lord. When we have only 5 loaves of bread and 2 fish, oh, Jesus telling them to bring them here to me, bring them here to me. It was not that situation where he's telling, oh, this is very little in quantity, but he's telling, bring them near to me. If we resemble this situation in our life, if you give or if you give little, or even if it is little to Jesus, he's telling that whatever may be the situation, you bring it to me, I will multiply it. Praise the Lord. Hallelujah. നിന്റെ പക്കൽ ഉള്ളത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ കയ്യിൽ കൊടുക്കാമെങ്കിൽ, ആമേൻ, ഉള്ളതിനെ വർദ്ധിപ്പിച്ച് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവിന്റെ കയ്യിൽ ഇന്ന് പകലിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഇന്ന് പകലിൽ നിന്റെ ജീവിതം അത്ഭുതമാക്കി മാറ്റിമറിക്കാൻ കഴിയുന്ന സർവശക്തനായ കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുള്ളതിനായി സ്തോത്രം. Oh, let me remind you this morning that whatever situation you are having, whatever little or things that you are having in your life, let it be money or whatever situation you are facing through, if you bring it, that little thing into the presence of the Lord, then that is definitely going to multiply in your life. ആമേൻ. അവന്റെ കയ്യിൽ ചെന്നപ്പോൾ കർത്താവ് ഇതിനെ എടുത്ത് വാഴ്ത്തി. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി. ദൈവം നുറുക്കുന്നത് ജീവിതത്തിൽ വർധനവിന് കാരണമാണ്. ദൈവം നുറുക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാണ്. ദൈവം നുറുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാണ്. Praise the Lord. Hallelujah. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നുറുക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നമുക്ക് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ, അതിനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന കർത്താവിന്റെ കൈയുടെ പ്രവർത്തിക്കുന്നത്. He took his brothers to heaven, and he looked up to heaven and he brought
then definitely you are going to be blessed by him. ആമേൻ, ഹല്ലേലൂയ. അവൻ അതിനെ നുറുക്കിയപ്പോൾ അത് വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം നുറുക്കിയ വ്യക്തികൾ വേദപുസ്തകത്തിൽ ഒരുപാടുണ്ട്. ജീവിതത്തിന്റെ കഷ്ടതകളിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ, നഷ്ടങ്ങളിൽ കൂടെ, പ്രതിസന്ധികളിൽ കൂടെ, രോഗങ്ങളിൽ കൂടെ നുറുക്കപ്പെടുന്ന വ്യക്തികൾ. ഹല്ലേലൂയ. നുറുക്കുമ്പോൾ നീ വിചാരിക്കരുത് ഇത് തീർന്നെന്ന് വിചാരിക്കരുത്, അവസാനിച്ചെന്ന് വിചാരിക്കരുത്. നിന്നെ ഹല്ലേലൂയ ദൈവം നുറുക്കാൻ കരങ്ങളിൽ എടുത്തോ. നിന്റെ ജീവിതം, നിന്റെ കുടുംബം, വ്യക്തിപരമായ അനുഭവങ്ങൾ, നിന്റെ ജോലി, നിന്റെ ജീവിതത്തിൽ സകലത്തോടും ഹല്ലേലൂയ അർപ്പിക്കാൻ കഴിയുന്ന ദൈവകരത്തിനായി സ്തോത്രം. Break you, then you are going to be blessed and multiply in a numerous way. I believe this morning. ഹല്ലേലൂയ. യോബിനെ ദൈവം നുറുക്കിയപ്പോൾ അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, അവന്റെ പുത്രിപുത്രന്മാർ നഷ്ടപ്പെട്ടു, ഒടുവിലായി അവന്റെ ശരീരവും ഹല്ലേലൂയ അതും നഷ്ടപ്പെട്ടപ്പോൾ അവൻ ദൈവത്തിന്റെ ആ പ്രോസസിങ്, ദൈവത്തിന് അവനോടുള്ള ബന്ധത്തിലുള്ള ആ നുറുക്കുന്ന അനുഭവത്തിന്റെ പ്രോസസിങ് പൂർത്തിയായപ്പോൾ ഹല്ലേലൂയ അവിടെ വലിയൊരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത്. You know the life of Job. Job's life was completely broken when he surrendered his life to Lord. That life of Job, we know the story that everything that he had was destroyed. Everything he took, he was broken. That means when he surrendered his life to the Lord, that his life was broken. In that process was that was a kind of a processing to multiply him and to bless him abundantly. Praise the Lord. കൂട്ടുകാരും ഒന്നേച്ച് പറഞ്ഞു, നീ വലിയ ഭക്തനാന്നും പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ യോബിനെ ഒന്നുകൂടെ കുത്തി. ഹല്ലേലൂയ. കൂട്ടുകാർ ഒന്നേച്ച് അവര് ചെയ്തത് പതിയെ ഒന്നുകൂടെ ഒന്ന് മുറിവേൽപ്പിച്ചു. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അതിന് യോബിന്റെ ഭാഷയെ പറഞ്ഞ് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അവര് വന്നേച്ച് നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ ഒരു ചെറിയ കുത്തുകൂടെ എന്ത് ചെയ്യുന്നറിയാമോ, കുത്തി നമ്മളെ ഒന്നുകൂടെ അങ്ങ് നോവിക്കും. You know that when in the life of the Job, there are the friends who came here to him when his life was totally broken, and these friends came and again insulted him. Oh, which Lord you are worshipping? Are you worshipping this Lord again and again? Because he has totally broken your life and everything of your household and everything that you possessed. Now why you are worshipping? In this way, these friends came and insulted him again and again. ആമേൻ. തന്റെ ഭാര്യ വന്നേച്ച് പറഞ്ഞെന്താണെന്നറിയാമോ, കൂടെ നിൽക്കേണ്ട സഹോദരി പ്രയാസത്തിന്റെ നടിയിൽ വന്നേച്ച് പറയുക, അച്ഛാ ഇനിയിപ്പം വലിയ പ്രതീക്ഷയ്ക്കൊന്നും വക ഇല്ല. ഹല്ലേലൂയ. ശരീരം എല്ലാം പോയി ചൊറി പിടിച്ച ഒരു പരുവത്തില് ആയി. അതുകൊണ്ട് ഈ ചൊറിഞ്ഞും പറഞ്ഞ് വിധിക്കാതെ അച്ഛൻ ഒരു കാര്യം ചെയ്യും, അച്ഛൻ അങ്ങ് ദൈവത്തെ വിട്ടച്ച് തൂങ്ങിച്ചത്തു. അങ്ങ് തൂങ്ങിച്ചത്തോ, ഞാൻ എങ്ങനെയെങ്കിലും എന്ത് ചെയ്തോളാം, ജീവിച്ചോളാം. ആശ്വസിപ്പിക്കേണ്ട ഭാര്യ പ്രയാസഘട്ടത്തിൽ വന്നാൽ ചെന്ത് എന്നറിയാവും, അവളും വന്ന് മുറിവേൽപ്പിക്കുക. Even his own wife told him that, oh, you are worshipping this Lord and you are in such a serious and heinous situation. You are totally broken. Your life is completely destroyed. Oh, what are you going to do again and again? It is better that you go and die. That's what the situation. Instead of consoling him and instead of comforting Job, she instead again having insulting him. Oh, hallelujah. ഇങ്ങനെയുള്ള സഹോദരിമാരും കുറവല്ല കേട്ടോ. ഇവിടെ ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. അത്യാവശ്യ സമയത്ത് വന്നേച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോ പിസാവൊക്കെ മേടിച്ചടിക്കുകയാണെങ്കിൽ അയ്യോ അച്ഛാ എന്നോ രുചി അച്ഛാ സമുദ്രം കണ്ടക്കിയൊക്കെ മേടിച്ച് തിന്നുകയാണെങ്കിൽ അച്ഛനോട് വലിയ സന്തോഷമാണ്. ഇന്ന് അച്ഛൻ ഈ കണ്ടക്കി മേടിച്ച് തരാനായിട്ട് തോന്നുന്നതിനായിട്ട് സ്തോത്രം. കണ്ടക്കിയും ഇല്ല, പിസായും ഇല്ല, ഒന്നുമില്ലാതെ വരുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ, പതിയെ അച്ഛനെ തള്ളി പറയുന്ന സഹോദരിമാര് ധാരാളമുണ്ട്. അവസരം വരുമ്പോ നിങ്ങൾ ഒരുത്തം കാരണമായി ഇതെല്ലാം സംഭവിച്ചത്. നിങ്ങൾ ഒരുത്തം കാരണമാണ്. അന്നേ ഞാൻ പറഞ്ഞത് അതിന് പോകരുത്, ആ വഴിക്ക് പോകരുത്, ഈ പദ്ധതിയൊന്നും കാണിക്കരുത്, ഇവിടെ കിടന്ന് ഉണർവൊന്നും എന്ത് ചെയ്യരുത്, എടുക്കരുത് എന്നൊക്കെ ഞാന് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു അച്ഛനോട്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്തില്ല, അത് കേട്ടില്ല. ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു.
സ്വന്തം സഹോദരി പറയും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? Praise the Lord. The situation in our life that we came across the same situation. Are we trying to comfort or are we trying to console? Are we doing it the other way around? Praise the Lord. Hallelujah. എന്നാൽ ദൈവത്തിന്റെ കൈകളിൽ നീ ആകുമ്പോൾ, അവന്റെ കരങ്ങളിൽ നുറുക്കപ്പെടുവാൻ ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനെ ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ. ഒരാൾക്കല്ല, 1000 10,000ങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം നിന്നെ കരങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. Praise the Lord. When you surrender everything to Jesus, when you give whatever you have to Jesus, what He is going to do is not only going to bless you, He is going to others, and even multitudes, and even thousands and thousands. So others are also going to be blessed through you. Amen. Hallelujah. അവന്റെ കയ്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, എന്റെ കർത്താവിന്റെ കയ്യിലേക്ക് നമ്മൾ സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, അതിനെ അനുഗ്രഹമാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കർത്താവിന്റെ കരം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. Oh, I thank God for this morning that the hands of this Lord He is upon this church, upon the people, that He is going to bless you abundantly if you are ready to surrender yourself to Him. Praise the Lord. നിന്റെ കയ്യിലുള്ള ആ ചെറിയ സോഴ്സ്, ഹല്ലേലൂയ, നിന്റെ കയ്യിലുള്ള അല്പമേ ഉള്ളെങ്കിൽ നീ അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്ക്. ഈ ബാലകന്റെ പോക്കറ്റിൽ അതിരുന്നെങ്കിൽ അത് വർദ്ധിക്കയില്ലായിരുന്നു. അവന്റെ കയ്യിൽ ഇരുന്നെങ്കിൽ അത് അവന് മാത്രമായിട്ട് അവസാനിക്കുമായിരുന്നു. എന്നാൽ അത് യേശുവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, അതിനെ വർദ്ധിപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള സമ്പത്ത്, ഹല്ലേലൂയ, 100 യൂറോയെ കയ്യിലുള്ളെങ്കിൽ നീ അത് കർത്താവിന്റെ കയ്യിൽ കൊടുക്ക്. Praise the Lord. ഹല്ലേലൂയ. 50 കയ്യിലുള്ളെങ്കിൽ നീ അത് യേശുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ പറ, Praise the Lord. എന്റെ കർത്താവേ, നീ അതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ, നീ അതിനെ അനുഗ്രഹിച്ചു തരുവാൻ മതിയായ ദൈവമായത് കൊണ്ട് ഇതാ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾക്കുള്ള സകലത്തെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി. Oh, this little boy who had only five loaves of bread and only 2 small fish, when he gave it to Jesus, everybody was blessed. If he had kept for himself, nobody would have been blessed. Even it will not make a blessing for him also. In the similar way, whatever little source you are having, let it be 100 euros in your pocket. That's all your balance you have. If you are surrendering to Jesus, whatever may the situation, let it be money or let it be health or whatever situation, if you are surrendering it to Jesus, definitely you are going to be blessed abundantly if you submit everything to ആമേൻ. Jesus. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് നിങ്ങളൊന്ന് കൊടുത്തേ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. മിക്കവാറും ആമേൻ മാതാപിതാക്കളുടെ പരാതി എന്താണെന്നറിയാമോ? എന്റെ കൊച്ചു പറഞ്ഞാലൊന്നും എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല. സ്തോത്രം. ഞാൻ പറയുന്നിടത്ത് ഇരിക്കുന്നില്ല. കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ് അത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാവോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് നിന്നപ്പോ എന്റെ മനസ്സിൽ കൂടെ ഓടി വന്നത്, ഹല്ലേലൂയ, ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം തലയെ കൈവച്ച് മാതാപിതാക്കള് സ്തോത്രം എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. വേറൊന്നും പറയണ്ട, കർത്താവ് എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, അനുസരണം കൊടുക്കണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. ആമേൻ. അവർ പഠിക്കുന്ന പുസ്തകത്തെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച്, ചിലപ്പോൾ ഇത് മണ്ടത്തരമാണെന്ന് തോന്നിയാലും ഞാൻ അനുഭവിച്ച ഒരു സത്യമായത്. അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. അവർ പഠിക്കുന്ന പുസ്തകത്തെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് ദൈവം നിന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നത് കാണാം. നിന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി മാറുന്നത് കാണാം. അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നത് കാണാം. നമ്മുടെ ദൈവത്തിന്റെ പകൽക്കാലം എല്ലാത്തിനെയും അനുഗ്രഹിക്കുവാൻ, എല്ലാത്തിനെയും വർദ്ധിപ്പിക്കുവാൻ, എല്ലാത്തിനെയും സമൃദ്ധിയായി വർദ്ധിപ്പിക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി ദൈവത്തെ ബഹുമതപ്പെടുത്തുകയാണ്. Praise the Lord. Oh, we know that I had come across many situations, many parents telling the same thing. Oh, my children are not obeying me. They are not disciplined. Oh, let me remind you once again this morning. If you surrender these kids to Jesus, if you surrender your children to the life of Jesus, then I can know that I am very sure. I am sure that what I have experienced in my life, the parents, especially the parents, when you keep your hand upon the child and pray just only one word, it is not good. It is a foolishness. But if you really pray, keeping your hand upon the head of the child, oh, I am blessing this child, I am blessing the books, the different life is coming. Hallelujah. സ്തോത്രം.
കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്ത ചില ആളുകളെ എടുത്തു കാണിച്ച് ഞാൻ വേഗത്തിൽ അവൻ ഈ ശുശ്രൂഷയിൽ നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും. പുറപ്പാട് 4:2, 17, 20. യഹോവ അവനോട് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താന്ന് ചോദിച്ചു. യഹോവ അവനോട് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താന്ന് ചോദിച്ചു. ഒരു വടി എന്നവൻ പറഞ്ഞു. ഒരു വടി എന്നവൻ പറഞ്ഞു. ഹല്ലേലൂയ. മോശയോട് ദൈവം ചോദിക്കുകയാണ്, എന്തോ നിന്റെ കയ്യിൽ ഇരിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. നിസ്സാരമായ ഒരു വടി. കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ 40 സംവത്സരം മരുഭൂമിയിൽ കൂടെ ആടിനെ മേയിച്ച് ഈ വടിയും പിടിച്ചുകൊണ്ട് നടന്ന ഹല്ലേലൂയ പഴയ വടി, ഹല്ലേലൂയ ചെളി പിടിച്ച വടി, ആ മരുഭൂമിയിൽ കൂടെ ആമേൻ അവന്റെ വേർപ്പ് മുഴുവൻ പറ്റിയ ആ വടി, അവന്റെ കയ്യിലിരിക്കുന്ന വടിയെ കുറിച്ച് അവന് ബോധ്യമില്ലായിരുന്നെങ്കിലും യഹോവയായ ദൈവം അവനോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? ഒരു വടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ വടി നീ നിലത്തിട്ടപ്പോൾ, അവൻ ആ വടി അവനെ കൊണ്ട് നിലത്തിടിയിച്ചപ്പോൾ അവിടെ നടന്ന അത്ഭുതം 17-20 നമ്മൾ വായിക്കുന്നു. 17-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള ഒരു വടിയായി അത് മാറിയത് യഹോവയുടെ കയ്യിൽ, കർത്താവിന്റെ കയ്യിൽ ആ വടി കൊടുത്തപ്പോൾ ആ പഴയ ചെതുക്കിച്ച വടിക്ക് മാറ്റം സംഭവിച്ചു. Praise the Lord. There is another example what you are having, whatever resources you are having, or whatever small thing you are having, if you give it to Lord, then what is going to happen? Another example we can see in Exodus chapter 4. Lord is asking to Moses, what is in your hand? Moses is replying, I have a staff that is nothing but a stick or a rod, whatever you can call it. When he surrendered everything, this staff and the stick to the Lord, then we can say what miracle had happened. In verse 17 it says, this staff of this rod which is in his hand, you can perform miraculous wonders, miraculous signs with it. Praise the Lord. അവന്റെ കയ്യിൽ ഇരുന്ന പഴയ വടി കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ, യഹോവയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആ വടി മാറിയിട്ട് അത് ദൈവത്തിന്റെ വടിയായി മാറി. പ്രതിസന്ധികളുടെ നടുവിൽ, അവൻ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിനോട് പറയുകയാണ്, ഈ വടിയും കൂടെ നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ. അവൻ ചെങ്കടലിന്റെ നടുവിൽ, അവൻ ഹല്ലേലൂയ അതിന്റെ തീരത്ത് നിന്നുകൊണ്ട് ഈ വടി അവിടേക്ക് നീട്ടിയപ്പോൾ അവിടെ ഇതാ ചെങ്കടലിനെ വിഭാഗിക്കത്തക്ക നിലയിൽ ഈ വടി കൊണ്ട് അത്ഭുതം നടക്കുകയാണ്. പാറയുടെ നേരെ ചെന്ന് ഈ പാറയെ അടിച്ചപ്പോൾ ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവത്തക്കവണ്ണം ഈ വടിയെ ദൈവം അനുഗ്രഹിച്ച് അവന്റെ കയ്യിൽ കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിലുള്ള നിസ്സാരമായ കാര്യം കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ അവിടെ വലിയ അത്ഭുതം നടക്കാൻ പോകുകയാണ്. When Moses has given this small staff or rod or a stick to the Lord, and this staff became a wonder and a miraculous signs with it. Wherever he was going, we know as the story as goes on. When he pointed the same staff, when he pointed over the Red Sea, was divided, and the same staff, when he hit the rock, and the water came out of the rock. Amen. Praise the Lord. Hallelujah. ആ വടിയെ ദൈവം ഒരു അത്ഭുത വടിയാക്കി മാറ്റി. അവന്റെ കയ്യിലുള്ള നിസാരമായ വടിയെ ദൈവം ഒരു അത്ഭുത വടിയാക്കി മാറ്റിയെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഞാൻ മോശയല്ലല്ലോ എന്ന് ഓർത്ത് ആരും എന്ത് ചെയ്യേണ്ട, ഭാരപ്പെടണ്ട. നീയായിട്ടിരുന്നു കൊണ്ട് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ നിസാരമെന്ന് നീ വിചാരിക്കുന്ന ആ കൃപയുണ്ടല്ലോ, ആ പ്രാർത്ഥനാപരമുണ്ടല്ലോ, ശുശ്രൂഷിപ്പാനുള്ള വരവുണ്ടല്ലോ, പാടാനുള്ള വരവുണ്ടല്ലോ, അവൻ സഹായം ചെയ്യാനുള്ള വരവുണ്ടല്ലോ, അത് നീ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം തന്നെ ദൈവം എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത വടിയാക്കി മാറ്റുവാൻ അവൻ നമ്മുടെ നടുവിൽ വരുന്നതായി സ്തോത്രം. When Moses has handed over this stick to the Lord, and this small stick or a very small thing had become a miraculous staff in his hand, and mighty things happened through that rod or staff. In the similar way, if in your life whatever small ministry that you're having, it will be small prayer that you're having, that small thing will become a miraculous thing in your life. Hallelujah. മന്ത്രവാദികൾ നേരെ വരുമ്പോൾ, ആമേൻ സർപ്പം നേരെ ആമേൻ പണം ഉയർത്തുമ്പോൾ
ഈ വടി നിന്റെ കയ്യിലുള്ള ഈ വടി ഉണ്ടല്ലോ, ഏത് മന്ത്രവാദിയും തകർത്ത് കളയുന്ന വടിയാ. ഏത് മന്ത്രത്തെയും തന്ത്രത്തെയും തകർത്ത് മാറ്റി ദൈവത്തിന്റെ അത്ഭുതം സൃഷ്ടിക്കുന്ന വടിയാ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വാഗ്ദത്തമായ വടി നീ കയ്യിൽ എടുത്തുകൊണ്ട് ഈ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക്. അവൻ കർത്താവിന്റെ നാമത്തിൽ ഈ വാഗ്ദത്തമായ വടി കയ്യിൽ എടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്ക്. ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കുന്നത് കാണാം. Praise the Lord. Whatever anointing that God has given you, if you are going to use it, will you believe this morning that mighty and miraculous things is going to happen in your life? Praise the Lord. Hallelujah. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം Praise the Lord. 15 വേഗത്തിൽ അത് വായിക്കാം. അവനൊരു കഴുതയുടെ പച്ച താടിയിൽ കണ്ടു. അവൻ ഹല്ലേലൂയ ഒരു കഴുതയുടെ പച്ച താടിയല്ലേ കൈ നീട്ടിയെടുത്തു. അതുകൊണ്ട് 1000 പേരെ കൊന്നു. Praise the Lord. Hallelujah. ശിംശോനോട് ചോദിച്ചില്ലേ, നിന്റെ കയ്യിൽ എന്തുണ്ട്? Praise the Lord. ആമേൻ. അവന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ കൈ കിട്ടിയത് കഴുതയുടെ പച്ച താടിയല്ല. Praise the Lord. Hallelujah. ഇതുകൊണ്ട് ദൈവത്തിന് വല്ലതും ചെയ്യാൻ കഴിയുമോ? നീ അത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത് നിന്റെ കയ്യിൽ ആമേൻ ഇരിക്കുന്ന കഴുതയുടെ പച്ചത്താടികളുണ്ടല്ലോ, ആമേൻ, അതുകൊണ്ട് ഈ താഴ്വരയിൽ നിന്നെ എതിർക്കാൻ വരുന്ന, നിന്നെ തകർക്കാൻ വരുന്ന, നിന്നെ കൊല്ലുവാൻ വരുന്ന, ബന്ധിക്കാൻ വരുന്ന ഫെലിസ്ത്യനെ കുന്നൊന്ന് കുന്ന് 2 എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആയിരമായി കൊന്നൊടുക്കുവാൻ ഹല്ലേലൂയ നിന്റെ കയ്യിലിരിക്കുന്ന കഴുതയുടെ പച്ചത്താടിയെല്ലാം കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി അവന്റെ പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നോട് സ്തോത്രം. Thank God for His miraculous thing happening in your life. Every action, every double sword, every weapon used by the devil that is fighting against you, oh, you can break it in the power of the Lord. Let us see an example of Samson, which says, with the donkey's jawbone, he killed 1,000 men. He grabbed it and struck down 1,000 people, which came as an enemy in front of him. Praise the Lord. നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്ന പൈശാചിക പോരാട്ട ശക്തികളുണ്ട്. ദൈവമക്കളുടെ ആത്മീയ ജീവിതത്തിനെതിരെ, നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ, നമ്മുടെ ജോലിക്കെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ ഉയർന്നു വരുന്ന പോരിന്റെ ശക്തികളെ അവയെ നമുക്ക് നേരിടണമെങ്കിൽ, Praise the Lord, നമുക്ക് നേരിടണമെങ്കിൽ വെറുതെ നിന്ന പറ്റിയല്ല. അവന്റെ കയ്യിൽ ഏൽപ്പിച്ച, കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് അവൻ ഫെലിസ്ത്യനെ ഒന്നായി അവൻ തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിവുള്ള ദൈവകരത്തിന്റെ ശക്തി അവനിൽ വ്യാപരിച്ചപ്പോൾ, Praise the Lord. Hallelujah. അവൻ അതിനു മുമ്പ് അവനെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അവൻ തീ കൊണ്ട്